പാലക്കാട് പട്ടാമ്പി പെരുമുടിയൂരിൽ നിർമ്മിച്ച റെയിൽവേ അടിപ്പാത തുറന്നുകൊടുത്തു. 95.36 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. പതിറ്റാണ്ടുകളായുള്ള ആവശ്യം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പെരുമുടിയൂർ ഗ്രാമം. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും സമീപത്തെ LP സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇനി ഭയമില്ലാതെ സ്കൂളിലെത്താം. പതിറ്റാണ്ടുകളായി സുരക്ഷിത യാത്ര ഒരുക്കണമെന്ന ആവശ്യത്തിനൊടുവിലാണ് സ്കൂളിന് സമീപം റെയിൽവേ പാളങ്ങൾക്ക് അടിയിലൂടെ നടപ്പാതയൊരുക്കിയത്. ഇതൊരു സ്വപ്നമായിരുന്നു. അതിപ്പോൾ ഈ 75 വയസ്സിൻ്റെ ഉള്ളിൽ പൂർത്തീകരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കൂടി പാലം പോകുന്നത് നല്ല സൗകര്യമായി. ഞങ്ങൾക്ക് പേടിക്കാതൊക്കെ രക്ഷിതാക്കൾക്ക് വിടാനായി. കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും അനുഭവിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു ഈ റെയിൽവേ പാത. അതിനൊരു വിരാമം വന്നിരിക്കുകയാണ് ഇന്ന്. എത്രയോ കാലങ്ങളായിട്ട് ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്തടക്കം അതിങ്ങനെ വരുമെന്നും നമ്മളൊരു വിധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു. എന്തായാലും അത് ഇന്ന് യാഥാർത്ഥ്യമായി. സ്കൂൾ കുട്ടികളുടെ അപകടയാത്ര ഒഴിവാക്കാൻ റെയിൽവേ അടിപ്പാത വേണമെന്ന നാടിന്റെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. 95.36 ലക്ഷം രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മിച്ചത്. 14 മീറ്റർ നീളവും 1.85 മീറ്റർ ഉയരവും 2.5 മീറ്റർ വീതിയുമായുള്ളതാണ് അടിപ്പാത. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾ റെയിൽവേ പാളം മുറിച്ച് കടന്ന് സ്കൂൾക്ക് വരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് റെയിൽവേ അടിപ്പാത നമുക്ക് അനുവദിച്ച് കിട്ടിയുള്ളത്. 2022 ഒക്ടോബർ മുതൽ നിരന്തരമായുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, പ്രത്യേകിച്ച് DRM പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ ശ്രീധരൻ സാറിനെ പോലത്തെ ആളുകളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഈ അടിപ്പാത അനുവദിച്ച് കിട്ടാൻ ഉണ്ടായിട്ടുണ്ട്. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ ഇരട്ടിച്ചതോടെ ട്രെയിനുകളുടെ എണ്ണവും വേഗവും കൂടി. വേഗം 130 മുതൽ 160 കിലോമീറ്റർ ആകുന്ന സ്ഥലങ്ങളിൽ പെഡസ്ട്രിയൻ സബ്വേ നിർമ്മിക്കാനുള്ള റെയിൽവേയുടെ തീരുമാനമാണ് പെരുമുടിയൂരിന് അനുഗ്രഹമായത്. സ്കൂളിന് സമീപം റെയിൽ മുറിച്ചു കടക്കുമ്പോൾ 3 കുട്ടികൾ മരിച്ചതും പരിഗണിച്ചു. 1 വർഷം മുമ്പ് ആരംഭിച്ച അടിപ്പാത നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത്. ചുരുക്കം ചില അറ്റകുറ്റപ്പണികൾ കൂടിയുണ്ടെങ്കിലും അധ്യയന വർഷം ആരംഭിച്ചതോടെ കാൽനട യാത്രക്കാർക്ക് അടിപ്പാത തുറന്നു കൊടുക്കുകയായിരുന്നു. കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായില്ലല്ലോ, അപ്പോൾ ഇതുണ്ടാക്കിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി കുറേ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും. അത് കാരണം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ആദ്യമൊന്നും ഇങ്ങനെയൊക്കെ കാരണം ഇതിന് കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്ന ഇപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ MP, മുഹമ്മദ് മൂസിൻ MLA, മുതുതല പഞ്ചായത്ത്, സ്കൂൾ PTA കമ്മിറ്റി, റെയിൽവേ അധികൃതർ എന്നിവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ സഹായകമായി. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മെട്രോമാൻ E ശ്രീധരൻ പ്രദേശം സന്ദർശിച്ച് ആവശ്യമായ സഹായം വാഗ്ദാനം ചെയ്ത് റെയിൽവേയുമായി നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകർന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.